ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാമൂഹ്യ പ്രവർത്തക ദയാഭായ് കാസർഗോഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരോടും ആരോഗ്യ മേഖലയോടുമുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് സ്ഥാനാർത്ഥിത്വ വിവരങ്ങളുമായി നിസ്ന ചെയ്തത്. നിസ്ന, ഈ വാർത്ത സ്ഥിരീകരിച്ചത് എങ്ങനെയാണ്? ഇപ്പോൾ ദയാഭായ് കാസർഗോഡേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഉമേഷ്, പ്രധാനമായും എടുത്തു പറയേണ്ടത് എൻഡോസൾഫാൻ മേഖലയിൽ സംസ്ഥാന സർക്കാർ നിരന്തരമായ അവഗണന തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായാണ് ഇപ്പോൾ ദയാഭായ് മാധ്യമങ്ങളോട് താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അവർ പ്രധാനമായും എടുത്തു പറയുന്നത് അവർ നടത്തിയ നിരന്തര പോരാട്ടങ്ങളൊക്കെ തന്നെയും എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ളതാണ്. ഈ സമര പോരാട്ടങ്ങളൊന്നും തന്നെ വിജയം കാണാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയായി ജയിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാസർഗോഡ് നിൽക്കുമെന്ന കാര്യമാണ് ദയാഭായ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ളത്, നമുക്കറിയാം ദയാഭായിയുടെ പോരാട്ടങ്ങളൊക്കെ തന്നെയും കാസർഗോഡിന്റെ മണ്ണിൽ ദയാഭായി നടത്തിയ പോരാട്ടങ്ങളൊക്കെ തന്നെയും എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഉപവാസ സമരമടക്കം ദയാഭായി നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സംസ്ഥാന സർക്കാർ ഒന്നും തന്നെ കാണാത്ത ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് ദയാഭായി വ്യക്തമാക്കിയിട്ടുള്ളത്. ഉമേഷ്, വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകൾ